ശബരിമല സന്നിധാനത്തെ അനധികൃത താമസത്തിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി സുനിൽകുമാറിനെതിരെ ഹൈക്കോടതി ഉത്തരവ്. 10 വർഷമായി റൂം കൈവശം വെച്ചത് നിയമപരമായി അനുവദിക്കാൻ കഴിയില്ല. ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് പ്രത്യേക പരിഗണന നൽകുന്നത് അവസാനിപ്പിക്കണമെന്നും ഹൈക്കോടതി. സ്വമേധയാ എടുത്ത കേസിലാണ് ഹൈക്കോടതിയുടെ നടപടി. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, എന്താണ് ഈ സംഭവം? കോടതിയുടെ ഇടപെടൽ ഉണ്ടായതിൻ്റെ പശ്ചാത്തലം എന്താണ്? ഇപ്പോൾ കോടതി എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ഉത്തരവിലൂടെ വ്യക്തമാക്കുന്നത്? ശ്രീകാന്ത്, ഏതാണ്ട് 10 വർഷത്തിലേറെയായി സുനിൽ സ്വാമി എന്ന പേരിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി സ്വദേശി സുനിൽ കുമാർ എന്ന വ്യക്തി ഈ ശബരിമല സന്നിധാനത്ത് അനധികൃതമായി താമസിക്കുകയാണ്. 10 വർഷമായി ദേവസ്വം ബോർഡിന്റെ റൂം നിയമപരമായി അല്ലാതെ കൈവശം വെക്കുകയാണ് അയാൾ. അവിടെ ഈ റൂം ഇങ്ങനെ കൈവശം വെക്കുന്നതിന് ഒരു തരത്തിലുള്ള അനുമതിയുമില്ല. അത് നിയമവിരുദ്ധമാണ്. അവിടെ കാലാകാലങ്ങളിൽ വരുന്ന ദേവസ്വം ബോർഡും പോലീസ് സംവിധാനവും അവിടുത്തെ അഡ്മിനിസ്ട്രേഷൻ അടക്കമുള്ള മുഴുവൻ ആളുകളും ഈ സുനിൽ കുമാർ എന്ന സുനിൽ സ്വാമിക്ക് പിന്തുണ നൽകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചിരുന്നത്. ദർശന ദല്ലാൾ എന്ന പേരിലും ഇയാൾ ഈ ശബരിമലയിൽ അറിയപ്പെട്ടിരുന്നു. അതേസമയം ഈ ശ്രീകോവിലിന് മുന്നിൽ ദർശനത്തിന് ഇയാൾക്ക് പ്രത്യേക പരിഗണന നൽകുന്നത് അനുവദിക്കാനാകില്ലെന്ന് കോടതി പറഞ്ഞു. അനുവദനീയമായ രീതിയിലല്ലാതെ മുറി ഉപയോഗിക്കാൻ പാടില്ല. ഇയാളുടെ ദർശനം വെർച്വൽ ക്യൂ മുഖേനയാക്കണം. പോലീസും ദേവസ്വവും ഇക്കാര്യം ഉറപ്പാക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഡോണർ കരാറിലെ അനുവദനീയമായ ദിവസത്തിൽ കൂടുതൽ ശബരിമലയിൽ താമസം പാടില്ല എന്നുള്ള കാര്യവും ഇപ്പോൾ കോടതി പറഞ്ഞു. പ്രത്യേക പരിഗണന ഒരു ഭക്തനുമില്ലെന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അതായത് ഏതാണ്ട് 10 വർഷത്തിലധികമായി ശബരിമലയിൽ ദേവസ്വത്തെക്കാൾ വലിയ ദേവസ്വമായി നിൽക്കുന്ന സുനിൽ കുമാറിന് ഇനി അവിടെ നിന്നും മലയിറങ്ങാം. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന്.